ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സിനിമയിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള സുരാജ് വെഞ്ഞാറമ്മൂട് പൃഥ്വിരാജിനെ ഇട്ടിട്ട് ബുദ്ധിമുട്ടിക്കണം കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ചതാണ് ഇത് തിരിച്ചൊരു പണി സുരാജ് വെഞ്ഞാറമ്മൂടിന് കിട്ടണമെന്നുള്ളത്. സർക്കാസ്റ്റിക്കലി പറഞ്ഞതാണെങ്കിൽ പോലും റിയൽ ലൈഫും തമ്മിൽ എൻറ്റയർലി ഡിഫറൻ്റ് ആണെന്നുള്ളത് തെളിയിക്കുന്ന ഒരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട്. 2023 ജൂൺ 29 സുരാജ് വെഞ്ഞാറമ്മൂട് ഓടിച്ച ബെൻസ് GLA വണ്ടി ഹൈ സ്പീഡിൽ പോയി തമ്മനത്ത് വെച്ചിട്ട് ഒരു ബൈക്ക് യാത്രികനെ, മഞ്ചേരി സ്വദേശിയാണ്, പോയിട്ട് ഇടിക്കുകയും അദ്ദേഹത്തിൻ്റെ ഗുരുതരമായിട്ടുള്ള പരിക്കല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രാക്ചർ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അതായത് വലത്തേക്കാലിൻ്റെ പെരുവിരലിന് ഫ്രാക്ചർ വന്നു, കുറേ അടുത്തുള്ള വിരലിനൊക്കെ ചെറിയ ഫ്രാക്ചേഴ്സ് വന്നു. കുറച്ച് കാലം തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി ഒരവസ്ഥ വരികയും ചെയ്തു. അപ്പോൾ ഓവർ സ്പീഡ് എന്നുള്ള രീതിയിൽ ഒരു FIR ഇട്ടിട്ടുണ്ടായിരുന്നു. പാലാരിവട്ടം പോലീസ് ആ കേസെടുത്ത് MVDക്ക് ഈ വകുപ്പ് കൈമാറുകയും ചെയ്തു. അപ്പോൾ ഓവർ സ്പീഡാണെന്നുള്ളത് സ്പീഡ് ക്യാമറയിലൊക്കെ കാണുകയും ചെയ്തു. അപ്പോൾ ഈ ഓവർ സ്പീഡിൽ സുരാജ് വെഞ്ഞാറമ്മൂട് ഓടിച്ച വണ്ടി വന്ന് ആക്സിഡൻറ്റ് ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അതിന് കാരണം കാണിക്കൽ നോട്ടീസ് ഇവർ MVD പാലാരിവട്ടത്തുള്ള പോലീസ് കൈമാറിയ ഈ കേസ് പ്രകാരമുള്ള ഇതനുസരിച്ചിട്ട് വകുപ്പ് അനുസരിച്ചിട്ട് MVD സുരാജ് വെഞ്ഞാറമ്മൂടിന് പലതവണ നോട്ടീസ് അയച്ചു. അപ്പോൾ നോട്ടീസ് പുള്ളിക്കാരനെ കൈപ്പറ്റുന്നുണ്ട്, പക്ഷേ അതിന് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. 3 തവണയിൽ കൂടുതലും അതിന് നോട്ടീസിന് റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ നടപടി എന്നുള്ള രീതിയിലുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഗണേഷ് കുമാറിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഇതിൻ്റെ നടപടിക്ക് വേണ്ടിയുള്ള ശുപാർശ കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഈ റിപ്പോർട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നോ നാളെയൊക്കെ ആയിട്ട് സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ വീണ്ടും പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോ എല്ലാവർക്കും ഒരേപോലെയാണെന്നുള്ള രീതിയിലുള്ളൊരു കാര്യം കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം ഇവരൊന്നും എക്സ്ക്യൂസ് ചെയ്യപ്പെടുന്നില്ലല്ലോ എന്ന് കാണുമ്പോൾ, എല്ലാവർക്കും ഒരേപോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ നമുക്കൊരു സമാധാനം ആശ്വാസമാണുള്ളത്. കാരണം വൻപന്മാർ, വലിയ ആൾക്കാർ ഇതിന് എക്സ്ക്യൂസ് ചെയ്യപ്പെട്ട് പോകണമെന്നില്ലല്ലോ എന്നുള്ളത് കാണുമ്പോൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത് പറഞ്ഞാൽ റോഡ് സേഫ്റ്റി അത് ഫോളോ ചെയ്തിട്ട് മാത്രം വണ്ടി ഓടിക്കുക. നമ്മളെ ധൃതി അത് വേറെ ആളുടെ നെഞ്ചത്ത് കയറാനുള്ള ലൈസൻസ് ആയിട്ട് നമ്മൾ എടുക്കാതിരിക്കുക. നമുക്ക് എത്ര ധൃതി ഉണ്ടെങ്കിലും അത് വേറെ ആൾക്കാരെ കൊണ്ടുപോയിട്ട് ഇടിക്കാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് നമ്മൾ കരുതാതിരിക്കുക. ഡ്രൈവ് സേഫ്ലി.